ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്ററിലെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന സബ്ജക്റ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. 2019 അഡ്മിഷൻ മുതൽ സിലബസിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരൊറ്റ എക്സാം മാത്രമേ ഈ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന സബ്ജക്റ്റിൽ നടന്നിട്ടുള്ളൂ. 2022 മാർച്ചിൽ എക്സാം. ഇനി രണ്ടാമത്തെ എക്സാം മാർച്ച് 2023 അഥവാ നാളെ മറ്റന്നാളായിട്ട് നടക്കാൻ പോകുന്ന എക്സാമാണ്. ഓക്കെ, അപ്പോൾ 2022 മാർച്ചിൽ എന്തൊക്കെ ചോദ്യമാണ് ഓഡിറ്റിങ്ങിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫൈൻ ദ ടേം ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റ്. അപ്പോൾ എന്താണ് ഓഡിറ്റിങ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഓഡിറ്റിംഗ് എന്താണ്? ഇൻറ്റേർണൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റ് ഉണ്ട്. ദെൻ വാട്ട് ഈസ് ഓഡിറ്റ് പ്ലാനിങ്. നെക്സ്റ്റ് വാട്ട് ഈസ് എൻവിറോൺമെൻറ്റൽ ഓഡിറ്റിംഗ്. നെക്സ്റ്റ് വാട്ട് ഈസ് ഇൻസൈഡർ ട്രേഡിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. വാട്ട് ഈസ് ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് യു മീൻ ബൈ ഇ ഗവേണൻസ്. നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് നിങ്ങൾ പഠിക്കണം. അതേപോലെ ഇ ഗവേണൻസ്. ദെൻ വാട്ട് ഈസ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ദെൻ ഡിഫൈൻ ദ ടേം വിസിൽ ബ്ലോയിങ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് വിസിൽ ബ്ലോയിങ് എന്നുള്ളത്. ദെൻ വാട്ട് യു മീൻ ബൈ വെരിഫിക്കേഷൻ. വെരിഫിക്കേഷൻ ഉണ്ട്, വാലിഡേഷൻ. ഓക്കെ, ദെൻ ലിസ്റ്റ് ഡൗൺ എനി 4 ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ 4 ലിമിറ്റേഷൻസ് എഴുതാനാണ്. വാട്ട് യു മീൻ ബൈ ക്രെഡിറ്റ് റേറ്റിംഗ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ദെൻ വാട്ട് യു മീൻ ബൈ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. ദെൻ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സ് ഓഡിറ്റ്. ദെൻ വാട്ട് ഈസ് ഓഡിറ്റ് കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 15 ക്വസ്റ്റ്യൻസാണ് ഈ 3 മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ളത്. ഇനി ഷോർട്ട് എസ്സേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ളത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഓഡിറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. എക്സ്പ്ലെയിൻ കാഡ്ബറി റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട് ഉണ്ട്. ഓരോ കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് കാഡ്ബറി റിപ്പോർട്ടാണ്. ദെൻ വാട്ട് ഈസ് ഗ്രീൻ കോർപ്പറേറ്റ് ഗവേണൻസ്. എനുമറേറ്റ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫീച്ചേഴ്സ്. ഗ്രീൻ കോർപ്പറേറ്റ് ഗവേണൻസും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫീച്ചേഴ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ തിയറീസ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ എക്സാമിൻ ദി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടീസ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓഡിറ്ററെ ഡ്യൂട്ടീസ് എന്താണ്, ലാബിലിറ്റീസ് എന്താണ് എന്നുള്ളത്. നെക്സ്റ്റ്, എലുസിഡേറ്റ് ദി റീസൺ ഫോർ ദി ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ. എക്സാമിൻ ദ കിങ്ഫിഷർ എയർലൈൻസ് കേസ്. ഈ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയർ എന്താണ്, ഈ കിങ്ഫിഷർ എയർലൈൻസിൻ്റെ കേസ് വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഇതിൽ 5 എണ്ണമെങ്കിലും നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യൻസ്. എസ്സേ ക്വസ്റ്റ്യൻ്റെ 10 മാർക്കാണ്. അതിൽ 2 എണ്ണം ചെയ്യണം, 2 എണ്ണം ചോയ്സ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എസ്സേയിൽ, ആൻ ഓഡിറ്റർ ഈസ് എൻ എ വാച്ച് ഡോഗ് ആൻഡ് നോട്ട് എൻ എ ബ്ലഡ് ഹൗണ്ട്. കമൻറ്റ്. ഈ ഓഡിറ്റർ ഈസ് എൻ വാച്ച് ഡോഗ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഓഡിറ്റർ വാച്ച് ഡോഗാണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ടേമുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു കമൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ എഴുതാം. ദെൻ വാട്ട് ആർ ദ കോമൺ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോബ്ലം. എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. എന്തൊക്കെയാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോബ്ലംസ്, കോമൺ ആയിട്ടുണ്ടാവുന്ന കോർപ്പറേറ്റ് ഗവേണൻസ് പ്രോബ്ലം, അത് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഓഡിറ്റ് പ്രൊസീജിയർ. ഓഡിറ്റ് പ്രൊസീജിയറിനെ പറ്റിയിട്ട് ഒരു ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഓഡിറ്റ് ടെക്നിക് ഈസ് ഫോളോഡ് ബൈ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ്. അപ്പോൾ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ് ഈ ഫോളോ ചെയ്യുന്ന ഓഡിറ്റ് ടെക്നിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ഏരിയാസൊക്കെ പഠിക്കാം. നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് എക്സാം എഴുതാം.